ഏത്? അപ്പോൾ ഇന്ന് യാത്രയുടെ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങളില്ലേ, ഞാനിപ്പോൾ മുകളിൽ ഡക്കിൽ വന്നിരിക്കുക, ഒരു ചായ കുടിക്കാൻ വന്നതാ. ഇന്ന് ത്രൂ ഔട്ട് ഷിപ്പിനുള്ളിൽ തന്നെയാണ്, കടലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ബോംബെയിലേക്കുള്ള യാത്രയാണ്. നാളെ രാവിലെ ബോംബെയിലെത്തുള്ളൂ. നാളെ രാവിലെ ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും നമ്മൾ ബോംബെയിലെത്തും. അപ്പോൾ രാവിലെ ഒരു ചായ. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. നാളത്തോടത്ത് കഴിയും കേട്ടോ. ഈ ഒരു സുഖം കഴിയും, വീണ്ടും പഴയ ജോലിയിലേക്കൊക്കെ പോകും. രാവിലെ ചായയൊക്കെ കുടിച്ച് ഒരു കടലിലെ കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അതൊരു ഷിപ്പിൽ ചുറ്റും കടൽ, 4 വശത്തും കടൽ. ഒരു 6-6:30 ആയിട്ടുള്ളൂ രാവിലെ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഡേ 3 ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. എല്ലാവരും സൂര്യോദയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് ഷിപ്പിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് അത്.
ഇതിനുള്ളിൽ സ്വിച്ചുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓഫ് ചെയ്യുക. ഇപ്പം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഓഫായി, തിരിച്ചിങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ അത് ഓണാവും. അല്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ സ്വിച്ചുകൾ ഓഫ് ചെയ്യണ പൊസിഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓണാവും. അങ്ങനെയാണ് ഇതിലെ എല്ലാ സിസ്റ്റം. ഇതിപ്പോൾ ടോയ്ലറ്റിൻ്റെയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഓണായിട്ടുണ്ടാവും, ഇത് ഓഫ്. അങ്ങനെ സ്കൂളിലൊക്കെ ആൾക്കാർ അർമാദിക്കുക അല്ലേ. 11:30-12 മണി ഉച്ചയ്ക്ക് ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതിലുള്ള ട്രാവലേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ തിരക്കാണ്. അങ്ങനെ ഇതിൻ്റെ ഒരു ഫ്ലോറിൽ ഒരു ക്ലൂ കൊടുക്കും, എന്തെങ്കിലും ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കത് ഒരു ടീമുകളാണ്, ടീമുകൾക്ക് തന്നെ ക്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ 10 നിലയിലും എവിടെയെങ്കിലും അതിൻ്റെ ക്ലൂ നോക്കിയിട്ട് നമ്മളത് പോയിട്ട് അത് എടുക്കണം. അതാണ് ഹണ്ട്. 20 മിനിറ്റിനുള്ളിൽ. ആളുകളാകെ തലങ്ങ വിലങ്ങ് ഓടിക്കൊണ്ടിരിക്കുക അവിടെ. ആളുകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുക, ഓരോ ടീമുകളാണ്. ഇത് ഇന്നലെ മാജിക് ഷോ ഉണ്ടായ അതേ തിയേറ്റർ തന്നെയാണ്, ബല്ലെ ഉണ്ടായ തിയേറ്റർ തന്നെയാണ്. ഇവിടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഇപ്പോൾ 12 മണിക്ക് ഉച്ചയ്ക്ക്. അപ്പോൾ അത് കാണാൻ പോയി. ഞങ്ങൾ മുകളിൽ പോയിരിക്കാനാ. ഇന്നലെ താഴെ ഇരുന്നിട്ടാണ് കണ്ടത്. ഒന്നിപ്പോൾ മുകളിൽ പോയിരുന്ന് കാണാമെന്ന് വെച്ചു. മുകളിലിരുന്നിട്ടാണ് കാണുന്നത്. ഇവിടെ ഇരിക്കാം, ഇരിക്കും. കണ്ടിന്യൂസ് പ്രോഗ്രാമുകളാ. പുറത്തുനിന്ന് പോയി അടുത്ത പ്രോഗ്രാമാണ്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഞങ്ങളേതായാലും വിശന്ന് തുടങ്ങി. 3 കഴിച്ച് വരട്ടെ. ആൾക്കാർ തിക്കുന്നവർക്ക് ഭയങ്കര തിരക്ക്. ഞങ്ങളേതായാലും ഫുഡ് അടിക്കാൻ പോവാ. എല്ലാവരും ഇവിടെ കാരണം വലിയ തിരക്കുണ്ടാവില്ല ഭക്ഷണം കഴിക്കണോടത്ത്. ഡാൻസ് ഗംഭീരം കേട്ടോ. 1/2 മണിക്കൂർ പൊരിക്കായിരുന്നു. അങ്ങനെ കപ്പലിന്റെ 10ാമത്തെ നിലയില് പൂളില് കുറെ നേരം അർമാദിച്ചു. ഞാനും കുട്ടനും കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കുട്ടൻ അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ. ഇന്ന് കഴിഞ്ഞാൽ നാളെ രാവിലെ 8:30-ക്ക് ഞങ്ങൾ ബോംബെയിലെത്തും. ഒരു അടിപൊളി യാത്ര, അടിപൊളി നല്ല വൈബ്. സംഭവിച്ചു കഴിഞ്ഞാലേ ബോളിവുഡ് ഡാൻസ് വർക്ക്ഷോപ്പാ. അല്ലിയും കുട്ടനൊക്കെ കയറി ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളവർ ഡാൻസ് പഠിപ്പിക്കും. എന്നിട്ട് നമ്മളെ അവതരിപ്പിക്കണം. ഇതൊക്കെയാണ് പരിപാടി. ഒരു ടൈം പാസ് കേട്ടോ. സമയം പോകാനുള്ള ഓരോ പരിപാടികളാണ്. ഏതായാലും നല്ല കാര്യമാണ്.
ഇവിടെ നടക്കുന്നുണ്ട്. ഇനി തുടങ്ങി അവരുടെ ഓരോ പരിപാടി. ഇന്ന് പകലാണ് ഞങ്ങൾ കണ്ടിന്യൂസ് ഷിപ്പിലുണ്ടായിരുന്നു രാവിലെ മുതൽ. പക്ഷെ ത്രൂ ഔട്ട് പ്രോഗ്രാമുകളാണ്. രാവിലെ ഒരു 10 മണി മുതൽ എപ്പോഴും ഒരേ പ്രോഗ്രാമുകൾ, എന്റർടൈൻമെന്റ് ഷോകള് അങ്ങനെയാണ് ഇതവിടെ തുടങ്ങിയവര്. ഇനി അവരെ ഗ്രൂപ്പ് തിരിച്ച് ഡാൻസ് ചെയ്യിപ്പിക്കണവര്. ഈ ഷിപ്പിന്റെ 6ാമത്തെ ഡെക്കാണിത്. 6ാമത്തെ ഡെക്കിലാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഏരിയ. സൺസെറ്റാണ്. അവിടെ ഏതൊരു ഷോറുണ്ട്. അവിടെ അകലെ ബോട്ടുകളൊക്കെ കാണുന്നുണ്ട്. അറിയില്ല ഏതാ ഷോറെന്ന് അറിയില്ല. നാളെ രാവിലെ ആകുമ്പോഴേക്കേ ബോംബെയിലെത്തുള്ളൂ. ഷിപ്പിന്റെ ഫ്രണ്ടിലേക്കാണ് പോണത്. ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ ക്രൂസ് ഷിപ്പ്. ഇത്രയധികം ആളുകളും ഇത്രയും ഫെസിലിറ്റിയും, ഏകദേശം 600 ക്രൂ, ഇത്രയധികം ഇതിനുള്ള റെസ്റ്റോറൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങളായിട്ടുള്ള സംഭവം. അവിടെ താഴെ എന്തൊക്കെയോ പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് IPL ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അവിടെ. ഇതാ കാണുന്ന IPL. ഞാൻ ആ പൂളിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് അർമാദിച്ച് വയ്യാണ്ട്. ഇപ്പോഴും ആൾക്കാരെ ഒന്നും മാറിയിട്ടില്ല. നമുക്ക് ഷിപ്പിന്റെ ബാക്ക് സൈഡിൽ പോവാം. ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കി നോക്കാം. ആളുകളെല്ലാവരും, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് തോന്നുന്നതിൽ. എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു ആൾക്കാർ. അവിടെ എല്ലാം സെൽഫി എടുക്കുന്ന തിരക്കില്ല ആൾക്കാർ. റോപ്പ് ക്ലൈംബിംഗ്. കുറേ സമയമായി അവിടെ പൂളിൽ കിടന്ന് നീന്തി. നല്ല വിശപ്പ്. 7:30 ഇവിടെ റെസ്റ്റോറൻറ്റ് അവർ ഓപ്പൺ ചെയ്യും. 7:30 തുറന്നുണ്ട്. നേരെ കയറി കഴിക്കാൻ പോവാം. വിശന്നിട്ട് വയ്യ. അത് ഇല്ല, ഇത് കവറിങ്ങിനാ, അത്രയല്ലോ. ഞാനിന്ന് ഡിന്നർ കുറച്ച് സാലഡ്സിൽ തുടങ്ങി. സാലഡ്സ് കഴിക്കാൻ വിചാരിച്ചു. നല്ല വിശപ്പുണ്ട്. 7:30 അപ്പോൾ ഏതായാലും കുക്കുംബർ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഇതാണ് രാജ്മ. പിന്നെ ഇത് പൊട്ടറ്റോൻ്റെ ഒരു ഇത്. ജസ്റ്റ് ഇതൊന്ന് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാലഡ്സ് കഴിച്ച് അവസാനം ബ്രെഡ് എടുത്തു. ബ്രെഡല്ല, അതെന്തത് റൊട്ടിയല്ലേ, റൊട്ടി, പിന്നെ 2 കറി. ഇത് പനീർ, വേറൊരു സംതിങ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. ഇനി ഇത് കഴിച്ചോക്കട്ടെ. കുട്ടനവിടെ എന്തൊക്കെയാ? എന്തായി കഴിച്ചിട്ട്? കഴിഞ്ഞാ? നീ ഇതെടുത്തോ? മറ്റേ എന്താ പറയാ, നീ എന്തെടുത്തുണ്ടായിരുന്നു? ഞാൻ കുറച്ച് പുലാവ് കൂടെ എടുത്തു. ഇത് പുലാവ്, അത് റൈത്തയാണ്, പിന്നെ ഒരു പിക്കിളും. നിങ്ങൾ ഇതാവില്ല, എന്ത് ജിലേബി, ഡെസർട്ട്. കൂട്ടണ തന്നെയല്ലേ കഴിക്കണേ? പുലാവ് കൂടെ കഴിച്ചോട്ടെ. നല്ല വിശപ്പാന്ന്. അപ്പോൾ പച്ചലക. ഇത് സ്വീറ്റ്സാണ്. എന്തൊക്കെയോ ജിലേബിയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് കുട്ടൻ്റെയും മഞ്ജുഷയുടെയും ബർത്ത്ഡേ അല്ലേ,
29th. അപ്പം അതിങ്ങനെ ഞങ്ങൾ ഷിപ്പിൽ ആഘോഷിച്ചു. വലിയ ഫുഡ് അടിക്കാൻ വന്നിട്ടില്ല. വലിയ അവിടെ റൂമിൽ കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങൾ ഷിപ്പിൽ ഇതിങ്ങനെ ആഘോഷിക്കുന്നത്, ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ ഉടനെ ഉറക്കം വരുന്നല്ലോ. ഇതിൽ ഈ ഷിപ്പിൽ ഏകദേശം 1800 ആൾക്കാരുണ്ട്. പിന്നെ ഒരു 600 ക്രൂ ഉണ്ട്. അങ്ങനെ മൊത്തം 2400 ആൾക്കാർ ഇതിലുണ്ട്. 3 ദിവസമായിട്ട് 5 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് ഇന്ന് രാവിലെ കഴിച്ച സാധനമല്ല നാളെ ഉണ്ടാവുക. നാളെ വേറെ വെറൈറ്റി ആയിരിക്കും. ഉച്ചയ്ക്ക് ലഞ്ച് വേറെ ആയിരിക്കും. 4 മണിക്കുള്ളത് ഭക്ഷണം വേറെ ആയിരിക്കും. അതുപോലെ തന്നെ ഡിന്നർ വേറെ ആയിരിക്കും. ഓരോ ദിവസവും പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളും ഒരു നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് തോന്നും. കാരണം ഇപ്പം 3-4 ദിവസമായിട്ട് ഷിപ്പ് കടലിൽ കൂടെ 3 ദിവസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിൽ സ്റ്റോക്ക് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇതുപോലുള്ളൊരു റെസ്റ്റോറൻറ്റ്, അതൊരു 5 സ്റ്റാർ ഫെസിലിറ്റികളിൽ അങ്ങനെ റെസ്റ്റോറൻറ്റ്, ഇവിടെയുള്ള തുണികൾ കാര്യങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനുള്ള സ്റ്റാഫുകൾ, ഇതിനുള്ള വെള്ളം, അത് ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ ഈ കാണുന്ന പോലുള്ള 3 റെസ്റ്റോറൻറ്റ്സുകളുണ്ട്. 3 ഇതുപോലുള്ളത്. 2 ഡെക്കുകളിലായിട്ട് വേറെ ഉണ്ട്. അതിലെല്ലാം ഈ ഫെസിലിറ്റി ഉണ്ട്. ഇവരിത് എങ്ങനെയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, ഇതൊരു ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഏതായാലും ക്രൂയിസ് യാത്ര ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ക്രൂയിസ് ഷിപ്പിലുള്ള യാത്ര വളരെ അമേസിങ് ആണ്. അതെന്താ അത് എനിക്ക് വേണ്ട, അത് വേണ്ട, അത് കോഴിമുട്ടല്ലേ, എനിക്ക് വേണ്ട. അതിൽ ജെയിൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് വേറെ ഉണ്ട്. പിന്നെ നോൺ ചിക്കനും കോഴിമുട്ട അങ്ങനെയുള്ള സാധനങ്ങളാണ് നോണുള്ളത്. പിന്നെ ഫിഷ് ഉണ്ട്, ബീഫോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. പിന്നെ മട്ടൻ ഉണ്ട്. വെജിറ്റേറിയൻ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഷുകളെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല, അത്രയധികം ഡിഷുകളാണ് വെജിറ്റേറിയൻ. ഞാനൊരിക്കലും ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണത് ഇത്രയും ഭയങ്കരമായിട്ടുള്ള സംവിധാനമാണെന്ന് മനസ്സിലായത് ഇതിനുള്ളിൽ കയറിയപ്പോഴാണ്. നമ്മളെ രാത്രി അതെന്താ ആർട്ട് സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ചിത്രം വരയ്ക്കണ പരിപാടി അല്ലേ? അങ്ങനെ. അപ്പോൾ കുട്ടനതിന് പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോകും. എത്ര മണിക്കാണ്? 9 മണിക്ക്. അതും കൂടി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞങ്ങൾ കിടക്കും. മുകളിൽ DJ ഒക്കെ ഉണ്ടാവും, പക്ഷെ അതും കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ കിടക്കും. ഉറക്കം വരുന്നുണ്ട്. ഇപ്പം എത്ര മണി? സമയം എത്രയായി? 8:30. അപ്പോൾ 9 മണിക്ക് അതായത് 10ാമത്തെ ഫ്ലോറിലാണ് അതിന് പോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവിടെ നിന്ന് കാണിച്ചു തരാം. He knows that it doesn't have to hit it too hard. There's Danilo Ring and he gets 4 runs for his team. Great way to start the over for him. ആളുകൾ പൂൾ ബാറിൽ ഇരുന്നിട്ട് അർമാദിക്കുന്നു. ഇവിടെ ആളുകൾ IPL കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ വലിയ സ്ക്രീനിൽ IPL ഡിസ്പ്ലേ ചെയ്യുന്നു. മതി കൂട്ടാൻ. മറ്റേ ഇതില് എന്തായിരുന്നു എൻ്റെ പേര്? ആർട്ട് സ്പ്ലാഷിൽ പങ്കെടുത്തിട്ട് ചിത്രം വരച്ച്. ഇനി നമുക്ക് താഴെ റൂമിൽ പോവാം. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ?
ഞങ്ങളുടെ ഷിപ്പ് അങ്ങനെ ബോംബെ പോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. രാവിലെ ഏകദേശം 7:30. ഇതിൻ്റെ പോർട്ടുണ്ട്, ഷിപ്പ് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി പോർട്ടിലേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ബോംബെ. ഏതായാലും 3 ദിവസത്തെ ക്രൂയിസ് യാത്ര അടിപൊളിയായി. ഇനി ഞാൻ 2 ദിവസം കൂടി ബോംബെയിലുണ്ട്. ബോംബെയിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങും. ഞാനിവിടെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എലിഫൻ്റ് കേവ്സ് പോകണം. പിന്നെ അത് കഴിഞ്ഞ് ബോംബെയിലൊരു സിറ്റി ഒന്ന് ടൂറ്. പിന്നെ നാളെ ഞങ്ങൾ തിരിച്ചു പോകും. നാളെ വൈകുന്നേരമാണ് എനിക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നാളെ പകൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. അത് കഴിഞ്ഞ് രാത്രി 8 മണിക്കുള്ള ഫ്ലൈറ്റിന് തിരിച്ച് കൊച്ചി പോകും. അങ്ങനെയാണ് ടൂർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏതായാലും ബോംബെയിലെത്താറായി. മുംബൈ, ബോംബെ അല്ല, മുംബൈ.